നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കായ മാംഗോ മെഡോസിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത് കടുത്തുരുത്തി ആയാങ്കുടിയിലാണ് മാംഗോ മെഡോസ് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരുമാതിരി ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇതുണ്ടല്ലോ ഒരു അപ്പർ കുട്ടനാട് മേഖലയാണ്. ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം അതേപോലെ തന്നെ തനിമയോടെ നിലനിർത്തിയേക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ആയാങ്കുടി എഴുമാന്തുരുത്ത് ഭാഗങ്ങളൊക്കെ. സിറ്റിയിലൊക്കെ ആ ലൈഫ് മടുത്തവർക്കും അതേപോലെ തന്നെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം അതൊക്കെ ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ അനുഭവിക്കാനും അതേപോലെ അതൊക്കെ മിസ് ചെയ്യുന്നവർക്കും ഒക്കെ നമുക്ക് മാംഗോ മെഡോസിലേക്ക് വരാം. മാംഗോ മെഡോസിലേക്ക് ഒരു ട്രിപ്പും ആകും. അതോടൊപ്പം ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനും പറ്റും കേട്ടോ. നമ്മുടെ അതിന് ചുറ്റുമായിട്ട് മാംഗോ മെഡോസിന് ചുറ്റുമായിട്ട് ഫുള്ള് പാടശേഖരങ്ങളാണ് കേട്ടോ. ഫുള്ള് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ചുറ്റും ഇങ്ങനെ നമ്മുടെ ഇപ്പം കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് പാടത്ത് വെള്ളം കയറ്റിയിട്ടേക്കാണ്. അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കൃഷി, അതേപോലെ തന്നെ പശു വളർത്തൽ, കന്നുകാലികൾ, പോത്ത്, ആട് അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ വളർത്തും, അതുപോലെ തന്നെ പാടത്ത് പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവിടെയുള്ള എനിക്ക് തോന്നുന്ന ഒരു 80% ആളുകളും ഇപ്പോഴും കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിലും വഴിയൊക്കെ ഇങ്ങനെ നടക്കാനും നമ്മുടെ സിറ്റി ലൈഫിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേർക്കൊക്കെ ഈ ഒരു ഗ്രാമ അന്തരീക്ഷവും ഇവിടുത്തെ ജീവിത രീതികളും ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ടൊക്കെ വളരെ നല്ലൊരു സ്പേസാണ് നമ്മുടെ ഈ ഒരു മാംഗോ മെഡോസും അതിന് ചുറ്റുപാടും വരുന്ന ഈ ഒരു ഏരിയകളും ഒക്കെ കേട്ടോ. പക്ക അടിപൊളിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴികളൊക്കെ കണ്ടറിയാം നമ്മുടെ പണ്ടത്തെ പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ഇത് മൺവഴികളെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ പാടത്തു നിന്നൊക്കെ ഈ ബണ്ട് പൊക്കാൻ വേണ്ടി തോട്ടിൽ നിന്നുള്ള ചെളിയെല്ലാം കോരിയിട്ട് റോഡ് പൊക്കിയിട്ടേക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മണ്ണൊക്കെ അടിച്ചിട്ട് മൺപാതകളാണ്. ഒരുപാട് മൺപാതകൾ, ഇതുപോലുള്ള ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളിലൊക്കെ മൺപാതകളുണ്ട്. നല്ല രസമാണ് ഇതിലെ വൈകുന്നേരങ്ങളിലും രാവിലെകളിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെ ഫ്രണ്ട്സും ആയിട്ടോ ഒക്കെ സംസാരിച്ച് നടക്കാനും അതൊക്കെ ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന കുറേ നല്ല നിമിഷങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും.